ഹലോ ഗൈസ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോമിനെ പറ്റിയൊരു വീഡിയോ ആണ് അല്ലേ ചേച്ചി? അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇഷ്ടം പോലെ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അപ്പം റൈറ്റിംഗ് ജോബ്സ് അല്ലേ? റൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ഒരു ജോബിനെ പറ്റി നമ്മളിന്ന് പറയാനുള്ളത്. കുറേ വീഡിയോസ് വരുന്നുണ്ട് അല്ലേ ഇപ്പം അതിനെക്കുറിച്ച്. അത് നമ്മൾ വിശ്വസിച്ച് അതിനകത്ത് പോയി തലയിടാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, പബ്ലിക്കേഷൻ റൈറ്റിംഗ് എന്നാണ് അവരുടെ ആ ഒരു പേജിന് വരിക. അപ്പം അവരത് പറയുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളത്. പക്ഷേ അപ്പം ഞങ്ങളൊരു അറിയാവുന്ന ഒരാൾ ഇവരുടെ ഈ ഒരു സ്റ്റോറി ഒക്കെ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു പാക്കേജ് എടുക്കുകയും അത് തന്നെ പൈസ അടയ്ക്കുകയും ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുകയും അത് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും അത് നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അത് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞിട്ട് പാഴ്സൽ അയക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർ ചോദിക്കും. പക്ഷെ ഇവരുടെ പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ജെന്യൂൻ ആണെന്ന് തോന്നുന്നത്. കാരണം ആൾക്കാർ മേടിച്ച് ബുക്കും എഴുതാനുള്ള സാധനങ്ങളെല്ലാം അവർക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരുടെ പേജിൽ വീട്ടിൽ വന്നിട്ട് പാഴ്സൽ പൊട്ടിക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പൈസ പേയ്മെന്റ് ചെയ്ത ഇതും കിടപ്പുണ്ട് അവരുടെ അക്കൗണ്ടിൽ. അപ്പം നമുക്ക് ജെന്യൂൻ ആണെന്ന് തോന്നും. പക്ഷെ ഇതെന്ത് ഫേക്കായിരുന്നു. അപ്പൊ ആ ആൾക്ക് അയാള് പൈസ ഒക്കെ അടച്ചു കൊടുത്തു വെച്ചാൽ ആ ആളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാറ്റ് ഇവിടെ കാണിക്കാം. പിന്നെ ഇങ്ങനെയുള്ള കാരണം ശരിക്കും ഉള്ള ഈ റൈറ്റിംഗ് ജോബുകാർക്കും കൂടെ ഒരു പണി. അതിപ്പോ ഏതാന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കഴിവതും നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇവരുടെ പേജിൽ എന്താ അവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഫോളോവേഴ്സ് 5K ഉള്ളൂ. പക്ഷെ നമ്മളാണെങ്കിലും ഇപ്പം എന്തുവാ ഫോളോവേഴ്സ് ഇല്ലുമ്പോഴും ജെന്യൂൻ തോന്നത്തില്ലല്ലോ അല്ലേ? നമുക്ക് വലിയ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ചെറിയ കടയിൽ നിന്ന് കിട്ടും. അത് കണക്ക് പോയതാണ്. തോനെ ഫോളോവേഴ്സിൽ എന്നാലും വിശ്വസിക്കുമെന്ന് പറഞ്ഞ് പോയാണ്. അപ്പം ഈ ഒരു പേജിന്റെ സ്റ്റോറീസും കാര്യങ്ങളും കണ്ട് നിങ്ങൾ ആരും പോയി മെസ്സേജ് അയച്ച് നിങ്ങളുടെ പൈസ കളയാതിരിക്കാം അല്ലേ? ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ എന്ത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ശരി, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പണിക്കും നിൽക്കരുത്. അപ്പം ബാക്കി അവരുടെ ചാറ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗേസ് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള റൈറ്റിംഗ് ജോബ്സ് ആയാലും വേറെ ഏത് ജോബ്സ് ആയാലും നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം അത് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ പൈസയും പോവും, നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ ആവും. അപ്പം ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത്. അപ്പം പുള്ളിക്കാരി വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഹൗസ് വൈഫ് ആയതുകൊണ്ട് ജോബിന് വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. പുള്ളിക്കാരുടെ പൈസയും പോയി, അവരത് അയച്ചു കൊടുത്തതുമില്ല. പിന്നെ അവർ മെസ്സേജ് അയച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്തു തോന്നുന്നു. അവർ ആ മെസ്സേജ് ഒന്നും കണ്ടിട്ടും ഇല്ല. അത് വന്ന് പറഞ്ഞപ്പോ ഞങ്ങള് മെസ്സേജ് നോക്കി, എന്നിട്ട് ഒരു അനക്കവും ഇല്ല. ആദ്യം 2 ടിക്ക് വിടും, പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരെ അവരുടെ വീഡിയോസ് നേരത്തെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരെ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആരും അബദ്ധത്തിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബിനും നിൽക്കരുത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.